എന്റെ പ്രശ്നമില്ല. ഞാൻ പ്രാന്തനാണ്, എന്റെ റിവ്യൂ എടുക്കരുത്. ഞാൻ പ്രാന്തനാണ്, എന്റെ റിവ്യൂ എടുക്കരുത്. ആ ഓണർ പറഞ്ഞ ഞാൻ പ്രാന്തനാണ്, ഭ്രാന്തമാരുടെ റിവ്യൂ എടുക്കാൻ പാടില്ല. ഈ തിയേറ്റർ എങ്കിലും ഫേമസ് ആയതാ. പിന്നെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയത് ആരാണ്? കേരളത്തിലാണ്. ആരാട്ടാണ്? ഇന്ന് ആരാട്ടനെ ആർക്കും വേണ്ട. ആ പ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. ആരാ പറഞ്ഞേ? ആ ഓണർ. അവന്റെ തിയേറ്റർ ഫേമസ് ആയത് എങ്ങനെയാ? ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആരാണ്? എന്തൊക്കെ സംഭവം വേണ്ട. ഇവിടെ ആരാട്ടനെ ആർക്കും വേണ്ട. ആരാട്ടൻ പ്രാന്തനാണ്. പ്രാന്തത്തെ റിവ്യൂ എടുക്കണ്ട. വേറെ പറഞ്ഞു കണ്ട പ്രാന്തമാരുടെ റിവ്യൂ എടുക്കരുത്. നന്ദിയുണ്ടോ ലാറി? നന്ദിയുണ്ടോ എനിക്ക്? ഭ്രാന്തമാര് റിവ്യൂ എടുക്കരുത്. ഞാൻ ഭ്രാന്തനായിപ്പ ഒരു കാറിൽ എന്നെ ഭ്രാന്തനാക്കി. എനിക്ക് കേസ് കൊടുക്കാടാ. എനിക്കത് കേസ് കൊടുക്കാൻ പറ്റിയിരിക്കുക. ഇനി വരും, ഇനി തിയേറ്ററിലേക്ക് വരും. ആര് വരാൻ പോണു? ഭ്രാന്തമാരുടെ റിവ്യൂ എടുക്കരുത്. ഞാനിപ്പോ ഭ്രാന്തനായി. എനിക്ക് വേണേ മാനസിക കേസ് കൊടുക്കാം. മാനസിക കേസ് കൊടുക്കാം. എന്നെ ഭ്രാന്തൻ വിളിച്ചേക്കാം. കണ്ട ഭ്രാന്തമാരുടെ റിവ്യൂ എടുക്കരുത്. ഞാനും കൊടുക്കില്ല. ഇനി വന്ന തിയേറ്ററിലേക്കില്ല. ഇവന്റെ തേർഡ് തിയേറ്ററിലേക്ക് ആശു വരണം. ഭ്രാന്തമാരുടെ റിവ്യൂ എടുക്കരുത്. ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയാണ് ഞാൻ കേരളത്തിലാണ്. ഓൺലൈൻ മീഡിയ പൊങ്ങിയത് എന്തിലൂടെയാണ്. ഈ തിയേറ്റർ ഫേമസ് ചെയ്ത് എന്തിലൂടെയാണ്. എന്നിട്ട് ഇപ്പൊ എന്നെ വേണ്ട. ഞാൻ ഭ്രാന്തനായി. കണ്ട ഭ്രാന്തമാരുടെ റിവ്യൂ എടുക്കണ്ട. ഞാനല്ലേ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരുവിധം അറിയുന്ന ഒരു വ്യക്തിയാണ് ആറാട്ടാണ്. അതുപോലെ തന്നെ അലൻ ജോസ് പെരേര ഇങ്ങനെയുള്ളവരെയൊക്കെ നല്ലോണം അറിയാം. പ്രത്യേകിച്ച് ആറാട്ടം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ആ ഒരു പടത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു വ്യക്തിയാണ് ആറാട്ടാണ്. പിന്നെ അതിനുശേഷം ഓരോ സിനിമ ഇറങ്ങുമ്പോഴത്തേനും അതിൻ്റെ റിവ്യൂ പറഞ്ഞ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ ചെന്ന് അതെന്ത് ചെയ്യുക, ഓൺലൈൻ മീഡിയ ചെന്ന് അത് കവർ ചെയ്യുക, ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈറലാവുക, ചില ഇഷ്യൂസൊക്കെ കാര്യങ്ങളായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കുന്ന ഒരാളാണ് ആറാട്ടാണ്. ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുക, നിത്യ മേനോൻ്റെ കാര്യം, അങ്ങനെ ഓരോ നടിമാരുടെ ഇഷ്യൂ അങ്ങനെ എല്ലാം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പുതിയതായിട്ട് ആറാട്ടണ്ണൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണാൻ വേണ്ടി വനിതാ തിയേറ്ററിൽ ചെന്ന സമയത്താണ്. അവിടുത്തെ സിനിമ കണ്ട് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ റിവ്യൂ ചോദിക്കാൻ വന്നപ്പോഴത്തേനും അവിടുത്തെ ഓണർ ഈ ആറാട്ടണ്ണനെ കുറിച്ച് പറഞ്ഞു, ഈ പ്രാന്തൻ്റെ ഒന്നും റിവ്യൂ എടുക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടത് ആറാട്ടണ്ണൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആ ഓണറിനോട് ചാടി കയറി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. സോ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു ആറാട്ടണ്ണൻ കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളധികം എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാവരും ഈ ഒരു വ്യക്തിയെ പ്രാന്തനെ പോലെയൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഭയങ്കര വട്ടായിട്ടൊക്കെയാണ് കാണുന്ന ആൾക്കാർ. ബട്ട് എന്നിരുന്നാൽ പോലും ആ ഒരു ഓണർ കാണിച്ചത് വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു പ്രാന്തൻ്റെയൊക്കെ റിവ്യൂ എടുക്കണം അങ്ങനെയൊന്നും പറയേണ്ട കാര്യം. കാരണം സ്വന്തം തിയേറ്ററിൽ ആൾക്കാർ വന്ന് കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് ലാഭം തന്നെയാണ്. ബട്ട് എന്നിരുന്നാൽ പോലും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കാരണം കുറേ അധികം പേര് ആ ഒരു തിയേറ്ററിലേക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇതിൽ തന്നെ പറയും, ഞാൻ കാരണമാണ് ഈ തിയേറ്ററൊക്കെ ഭയങ്കര ഫേമസ് ആയി എന്നൊക്കെ പറയാം. ബട്ട് വനിതാ തിയേറ്ററൊക്കെ നേരത്തെ ഫേമസ് ആണ്. എന്നാൽ പോലും കുറച്ചും കൂടെ ആൾക്കാർ കുറേ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഈ ഓൺലൈൻ മീഡിയസൊക്കെ അങ്ങോട്ട് ചെന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ഒരു ആറാട്ടണ്ണൻ തന്നെയാണ്. അതിനുശേഷം കുറേ പേര് ആ തിയേറ്ററിൽ തന്നെ അലൻ ജോസ് പെരേര അങ്ങനെയൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തിനാൽ പോലും ഒരു വ്യക്തിയെ ഇത്ര മാത്രം അപമാനിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. മാന്യമായിട്ട് സംസാരിക്കുക, അതിൽ കുഴപ്പമില്ല. തെറ്റെന്ന് തന്നെ പറയാം, അതിൽ കുഴപ്പങ്ങളൊക്കെ അല്ല. പക്ഷേ ഒരു വ്യക്തിയെ ഇത്ര അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഒരു വട്ടനായിട്ടൊക്കെ തോന്നാം, ഓക്കെ, അതൊക്കെ ഓക്കെയാണ്, തിങ്ക് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ബട്ട് അത് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അങ്ങനെ അദ്ദേഹത്തിനെ വിളിക്കുക അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള കാരണം. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ ഒരു വ്യക്തിയും ഈ പറയുന്നൊരു ഓണറും തമ്മിൽ എന്താണ് വ്യത്യാസമൊന്നും മനസ്സിലാവത്തില്ല. ശരിയാണെങ്കിൽ ശരിയെന്ന് തന്നെ പറയണം, തെറ്റിന് തെറ്റെന്ന് തന്നെ പറയണം. ഈ ഭാഗത്ത് ആറാട്ടണ്ണൻ ചെയ്തത് എന്ത് പറയുക, ഇതിനു മുമ്പ് കുറേ അധികം ചെയ്തിട്ടുണ്ട്. നമ്മൾ തെറ്റെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റെന്ന് തന്നെ വീഡിയോസൊക്കെ ഇട്ട് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്തുണ്ടെങ്കിൽ ആ ഒരു ഓണർ ചെയ്ത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു ഒരാളെ പറ്റി. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്താണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.